നമ്മുടെ എന്ത് രോഗമായിരുന്നാലും എന്തു പ്രശ്നമായിരുന്നാലും കർത്താവിന് നമ്മളെ പൂർണ്ണമായി വിടുവിക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്. നമ്മുടെ യേശുവിന് കഴിയാത്ത ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിലില്ല. കാറ്റും കടലും ശാന്തമാകുവാൻ കർത്താവ് കൽപ്പിച്ചപ്പോൾ പൊടുന്നനെ വലിയ ശാന്തത അവിടെ ഉണ്ടായി. അന്ന് മാത്രമല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്, ഇന്നും യേശു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിനെ കുറിച്ച് എബ്രായ ലേഖനക്കാരൻ പറഞ്ഞെന്താണ്? ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, മാറാത്തവനാണ്. കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എൻ്റെ ഈ രോഗം മാറുമോ, എൻ്റെ ഈ അസ്വസ്ഥത മാറുമോ, എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമോ, എൻ്റെ ജീവിതം ഒരു സുസ്ഥിരമാകുമോ എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. എന്നാൽ ഈ പകൽക്കാലം പറയട്ടെ, വചനത്തിന്റെ വെളിച്ചത്തിൽ, എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, കർത്താവിന് കഴിയാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. നമുക്ക് ധൈര്യത്തോടുകൂടെ കർത്താവിന്റെ സന്നിധാനത്തിൽ നിൽക്കുവാനായി കഴിയും. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം രോഗശാന്തി, ശാരീരികമായ രോഗങ്ങൾക്കുള്ള വിടുതൽ. അത് മാത്രമല്ല, മറ്റെന്ത് വിഷയമായിരുന്നാലും അത് പ്രാപിക്കുവാൻ ചില വഴികളുണ്ട്, ഡിഫറൻ്റായ ചില വഴികളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനം ഒരു പ്രത്യേക കാര്യം കർത്താവിടെ ചൂണ്ടിക്കാട്ടുവാനിടയായി. രോഗികളുടെ മേൽ നിങ്ങൾ കൈവച്ചാൽ അവർക്ക് എന്ത് ലഭിക്കും? സൗഖ്യം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരത്തിന് ശക്തിയില്ല, നമ്മുടെ ശരീരത്തിനും ശക്തിയില്ല. പക്ഷേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി വിശ്വാസത്തോടെ ഒരു രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ ആ രോഗിയുടെ ശരീരവും നമ്മുടെ കരവും തമ്മിൽ സ്പർശിക്കുകയാണ്, കോണ്ടാക്ട് ആവുകയാണ്. ആ കോണ്ടാക്റ്റിൽ വരുന്ന ആ നിമിഷം അവിടെ അത്ഭുതങ്ങൾ, എന്ത് മാറാരോഗവും മാറും, ഏത് ഭൂതവും വിട്ടുപോകും, ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. മെഡിക്കൽ സയൻസ് കൈമലർത്തിയ വിഷയമായിരുന്നാലും, മരുന്നുകൾ കഴിച്ചിട്ട് മാറാത്ത വിഷയമായിരുന്നാലും, വൈദ്യന്മാർ ഉപേക്ഷിച്ച വിഷയമായാലും, പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഒരു എളിയ ദാസൻ, ഒരു എളിയ വിശ്വാസി യേശുവിന്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു രോഗിയുടെ മേൽ വിശ്വാസത്തോടെ കൈവെക്കുന്ന നിമിഷം അവന് വിടുതലാണ്, അവന് സൗഖ്യമാണ്, 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൗഖ്യം കിട്ടുവാനും എന്ത് അനുഗ്രഹം കിട്ടുവാനും നമ്മൾ ആ വ്യക്തിയുടെ മേൽ കൈവയ്ക്കേണ്ടത് ആവശ്യമാണ്. അതല്ലേ യേശു പറഞ്ഞത്? രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ യേശു പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചത് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത് കാണാൻ പറ്റും. ചില വാക്യങ്ങളൊന്ന് വായിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 17-18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ വീണു. നമുക്ക് ഈ സംഭവം അറിയാം. ദൈവത്തിന്റെ സഭയെ നശിപ്പിക്കാൻ വേണ്ടി പിശാചയച്ചൊരു വ്യക്തിയായിരുന്നു ശൗല്. യഹൂദ മതത്തിൽ തീവ്രതയുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം കാണുന്നവരെയും പോകുന്നവരെയും യേശുവിന്റെ നാമത്തിലുള്ളവരെല്ലാം ഉപദ്രവിച്ചു. ഒടുക്കം യെരുശലേമിൽ പലരെയും ഉപദ്രവിച്ച് മതിയാകാഞ്ഞിട്ട് ദമസ്കോസിലുള്ള വിശ്വാസികളെ പീഡിപ്പിക്കാൻ വേണ്ടി അധികാരപത്രമൊക്കെ ആയി കുതിരപ്പുറത്ത് അഹങ്കാരത്തോടെ നിഗളത്തോടുകൂടെ അയാൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല, ഞാനാണ് വലിയവൻ എന്ന് വിചാരിച്ച് അഹങ്കാരത്തോടു കൂടി ആ മനുഷ്യൻ പോയപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിടെ പ്രത്യക്ഷപ്പെട്ടു. വലിയൊരു പ്രകാശം കണ്ടു. ഒറ്റ അടി കൊടുത്തു, അവൻ താഴെ പോയി. ഒരു മിന്നാമി ഒറ്റ നിമിഷം കൊണ്ട് സൂര്യനെ വെല്ലുന്നൊരു പ്രകാശം കണ്ടു. അതോടെ കണ്ണിന്റെ കാഴ്ചയും പോയി. തപ്പിത്തടഞ്ഞ് ഭക്ഷണം കഴിക്കാതെ വെള്ളം കഴിക്കാതെ ഒരു സ്ഥലത്ത്
ഉപവസിച്ച് മനുഷ്യനിരിക്കുകയാണ്. അപ്പോൾ അനന്യാസ് എന്നൊരു ശിഷ്യനെ പറഞ്ഞയച്ചു. അദ്ദേഹം ഈ ശൗലിന്റെ മേൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശൗലേ സഹോദര, നീ പരിശുദ്ധാത്മ പൂർണ്ണനായി തീരുവാൻ യേശു കർത്താവിനെ അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ ശൗലിന്റെ മേൽ കൈവച്ച് അനന്യാസ് എന്ന ശിഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ശൗല് പരിശുദ്ധാത്മ പൂർണ്ണനായി മാറി. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ഒരു സാധനം അടർന്നു വീണു. അദ്ദേഹം കാഴ്ച പ്രാപിച്ചു. അദ്ദേഹത്തിന് അന്ധത മാറി. എങ്ങനെയാണ് മാറിയത്? അനന്യാസ് എന്ന മനുഷ്യൻ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ശൗലിന്റെ അടുക്കൽ ചെന്ന് അവന്റെ തലയിൽ, അവന്റെ ശരീരത്തിൽ തന്റെ ബലഹീനമായ കരം വെച്ച നിമിഷമാണ് അവിടെ വിടുതലുണ്ടായത്. ഇന്ന് പകൽക്കാലം പറയട്ടെ, നമ്മൾ സാധാരണ മനുഷ്യരല്ല, നമ്മൾ അസാധാരണ മനുഷ്യരാണ്. നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായാൽ, യേശു പറഞ്ഞ വചനങ്ങൾ അപ്ലൈ ചെയ്യുവാൻ ഞാനും നിങ്ങൾ തയ്യാറാകുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിനു മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ പോകുകയാണ്, അടയാളങ്ങൾ നടക്കുവാൻ പോകുകയാണ്, ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണാൻ പോകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൈവച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഒരു പാസ്റ്റർ എന്നെ പ്രാർത്ഥിക്കണമെന്നില്ല. സഹോദരന്മാർക്കും പ്രാർത്ഥിക്കാം, സഹോദരിമാർക്കും പ്രാർത്ഥിക്കാം. വീട്ടിൽ ആരെങ്കിലും രോഗികളായിരിക്കുമ്പോൾ പാസ്റ്റർ വരുത്തേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ സന്ദർഭമുണ്ടെങ്കിൽ വിളിച്ചു വരുത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ സന്ദർഭമില്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരം വെച്ച് ആത്മാർത്ഥമായി ആ രോഗങ്ങളെ ശാസിച്ച്, ആ വ്യാധികളെ ശാസിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ദൈവപ്രവൃത്തി കാണുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ വിടുതൽ പ്രാപിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ എന്ത് കിട്ടും? സൗഖ്യം കിട്ടും, വിടുതൽ കിട്ടും, പരിശുദ്ധാത്മ പൂർണ്ണത കിട്ടും, ഏതു വിഷയത്തിനും മറുപടി കിട്ടും.